അമേരിക്കയിൽ H7N9 പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തു. 2017 ശേഷം ഇതാദ്യമായാണ് പക്ഷിപ്പനി യുഎസിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷിപ്പനി മറ്റ് കന്നുകാലികളിലേക്ക് പടരുകയും അത് കാരണം ഭക്ഷ്യവസ്തുക്കൾക്ക് വൻ ക്ഷാമവും അനുഭവപ്പെടുന്നുണ്ട്. H7N9 പക്ഷിപ്പനി വൈറസ് ലോകമെമ്പാടുമുള്ള മനുഷ്യരിൽ ഉയർന്ന മരണനിരക്ക് ഉണ്ടാക്കുന്നുവെന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. യമനിൽ ആക്രമണം തുടരുമെന്ന് വ്യക്തമാക്കി യുഎസും ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഹൂതി വിമതരും. കഴിഞ്ഞ ദിവസം ഹൂതി കേന്ദ്രങ്ങളിൽ യുഎസ് കനത്ത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഏറ്റുമുട്ടൽ ശക്തമാകുമെന്ന റിപ്പോർട്ട്. ഹൂതികളുടെ ശക്തി തകർക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. അതേസമയം യുഎസ് ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഹൂതികളുടെ നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂതി മുന്നറിയിപ്പ് നൽകി. അതിർത്തിയിൽ 2 ദിവസത്തെ ഏറ്റുമുട്ടലുകൾ അവസാനിപ്പിക്കുന്നതിനായി ലെബനനും സിറിയയും വെടിനിർത്തൽ കരാറിലെത്തി. ഇരുപക്ഷവും തമ്മിലുള്ള മെച്ചപ്പെട്ട ഏകോപനത്തിനും സഹകരണത്തിനുമുള്ള വ്യവസ്ഥകളാണ് കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റുമുട്ടലിൽ 7 ലെബനൻ പൗരന്മാർ കൊല്ലപ്പെടുകയും 52 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം, 40 പേർ കൊല്ലപ്പെട്ടു. അർക്കൻസാസ്, അൽബാമ, മിസിസിപ്പി എന്നിവിടങ്ങളിൽ ചുഴലിക്കാറ്റ് കനത്ത നാശമാണ് വിതച്ചത്.